ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അഫ്ഗാനി ചിക്കൻ കറിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാൻ എന്താ ചിക്കൻ്റെ ഡ്രം സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. തൊലിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് നല്ല പോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക. അത് മസാലയൊക്കെ നല്ല പോലെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വലിയ പീസായതുകൊണ്ടാണ് വരയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ ഇവിടെ എല്ലാം വരയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാള ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അത് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വലുതാണെങ്കിൽ ഒരു 5 മതി. പിന്നെ 2 ചെറിയ പീസ് ഇഞ്ചിയും 4 പച്ചമുളകും 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കന് മാരിനേഷൻ ചെയ്യാം. അതിന് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈരാണ് കേട്ടോ വേണ്ടത്. തൈര് ഒരു 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമാണ് കേട്ടോ വേണ്ടത്. ഫ്രഷ് ക്രീം മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ വേണ്ടത്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച സവാളയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാൻ വിട്ടുപോയി. അത് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തതും മസ്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. മസാല ഒക്കെ നല്ല പോലെ ചിക്കനിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ വെക്കുന്നത്. അത് വെക്കുമ്പോൾ തന്നെ ചാർക്കോള് ചെയ്തെടുക്കണം കേട്ടോ. സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേലെ ഒരു പീസ് ചാർക്കോള് കത്തിച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മോക്കി ടേസ്റ്റ് കിട്ടും. അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ എന്തായാലും ചെയ്യുക, എന്നാലേ ഇതിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇനി ഇത് 2 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് ബ്രൗൺ കളറായിട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതൊരു ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഇത് വലിയ പീസായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നിങ്ങൾ ആക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാ വശവും ഒരുപോലെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിന്മേലെ ബാക്കി വന്ന ആ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. കോക്കനട്ട് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. 3 ടേബിൾ സ്പൂൺ മതി. ഇതിൽ കുറച്ച് ഓയിൽ കൂടുതലായിരിക്കും കേട്ടോ ഈ റെസിപ്പിയിൽ. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 2-3 മിനിറ്റ് എന്തായാലും മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ചിക്കൻ എല്ലാ വശവും ഒന്ന് ബ്രൗൺ കളറായാൽ മാത്രം മതി. ഞങ്ങളിത് ഒരു 20 മിനിറ്റ് കൂടി വേവിച്ചെടുക്കും കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് 20 മിനിറ്റ് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് കുറച്ച് കൂടുതലായിട്ടൊന്നും വറ്റില്ല, കുറച്ചൊന്ന് വറ്റിയിട്ട് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇതാ നല്ല പോലെ തിളക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിന്മേലെ കുറച്ചുകൂടി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. എന്നിട്ടൊരു 2 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും ഗ്രേവിയോട് കൂടിയായിട്ടാണ് ആക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അഫ്ഗാനി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് കമൻറ്റ്സിലൂടെ അറിയിക്കണേ. പിന്നെ തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി ചെറിയ പുളിയുള്ള തൈരാണെങ്കിൽ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഗ്രേവി കൂടുതൽ പുളി കൂടി പോകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ
ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്